കഥ ഭർത്താവ് ഭാഗം 52. ചത്തമീനിൻ്റെ കണ്ണുകളിൽ കാണുന്ന ഒരു നിസ്സംഗത ശ്യാംസുന്ദറിൻ്റെ കണ്ണുകളിൽ കാണാനുണ്ടെന്ന് ശ്രീലേഖയ്ക്ക് തോന്നി. അടുത്ത നിമിഷം തന്നെ ശ്യാംസുന്ദർ അവളുടെ മുഖത്തു നിന്നും നോട്ടം പിൻവലിച്ചു ഗോപിനാഥനെ നോക്കി. അവളാണോ ആവശ്യക്കാരി? തല ഒന്ന് ശ്രീലേഖയ്ക്ക് നേരെ ചലിപ്പിച്ച ശേഷം മുഖത്ത് യാതൊരു ഭാവമാറ്റവും വരുത്താതെയാണ് അവൻ്റെ ചോദ്യം. അല്ല, അവൾക്ക് മാത്രമല്ല, ഈ കുടുംബത്തിൽ ഏവരും ഒന്നിച്ചെടുത്തൊരു തീരുമാനമാണ് ഞാൻ എന്നെ അറിയിച്ചത്. ശ്രീലേഖയിലെ കുടുംബത്തിലുള്ളവർക്കും മറ്റേവർക്കും ഒരേ അഭിപ്രായമാണ് ഈ കാര്യത്തിൽ. കുടുംബത്തിലുള്ളവരുടെ ഒറ്റയാളുടെ കാര്യം എനിക്കറിയേണ്ട, ഞാൻ അതൊന്നും തിരക്കാറുമില്ല. എനിക്കറിയേണ്ടത് അവളുടെ തീരുമാനമാണ്, എൻ്റെ ഭാര്യയുടെ തീരുമാനം. ശ്യാംസുന്ദർ, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെല്ലാം. ഗോപിനാഥൻ എന്തോ പറഞ്ഞു തുടങ്ങിയെങ്കിലും കൈയെടുത്ത് വിലക്കിക്കൊണ്ട് ശ്യാംസുന്ദർ നിർത്താൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഞാൻ ഈ പറയുന്ന ഞങ്ങളോടാരോടും പൊറുക്കാനല്ല ഞാൻ ഈ വീട്ടിൽ വന്നത്. ഞാൻ ഒറ്റ ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ, നിങ്ങളോട്. നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ട കാര്യത്തിൻ്റെ അവകാശി എൻ്റെ ഭാര്യ ശ്രീലേഖയാണോ അല്ലയോ? എനിക്ക് അതുമാത്രം അറിഞ്ഞാൽ മതി. അവളാണെങ്കിൽ അവൾ എൻ്റെ മുമ്പിലേക്ക് വരണം. എൻ്റെ മുമ്പിൽ വന്നു നിന്ന് അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കി അത് ആവശ്യപ്പെടണം. അവൾക്കല്ലേ ഞാൻ മറുപടി കൊടുക്കേണ്ടത്, അല്ലാതെ നിങ്ങൾക്കല്ലല്ലോ, ആണോ? അവൻ്റെ കൺകോണിൽ എവിടെയോ പകയുടെ ഒരു കനൽ തിളക്കം അയാൾക്ക് കാണാമായിരുന്നു. ഗോപിനാഥൻ അവിടെ നിന്നുകൊണ്ട് മുഖം തിരിച്ചു ശ്രീലേഖ നിൽക്കുന്നിടത്തേക്ക് നോക്കി. അവൻ പറഞ്ഞത് കേട്ടില്ലേ? മതിയായി ഈ ജീവിതമെന്ന് അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞേക്ക്. അവനെ ഭയന്നിട്ട് ഇനി നീ അവനോട് പറയാനുള്ളതൊന്നും മൂടിക്കെട്ടി വയ്ക്കേണ്ട ആവശ്യമില്ല. സരോജിനിയമ്മ ശ്രീലേഖയോട് പറഞ്ഞു. അമ്മ പറയുന്നതാണ് ശരിയെന്ന് അവൾക്ക് മനസ്സിലായി. ഇപ്പോൾ ശ്യാമിൻ്റെ മുൻപിൽ ചെന്ന് നിന്ന് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാൻ അവൾക്കും ഭയം തോന്നുന്നില്ല. ശ്രീലേഖ മെല്ലെ നടന്ന് അവൻ്റെ മുൻപിലേക്ക് ചെന്നു. അവൻ അവളുടെ ഓരോ ചലനങ്ങളും സാഗൂതം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചെറിയച്ഛൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ് ശ്യാമേട്ടാ. എനിക്കിനി വയ്യ. ഈ ജീവിതം ഇങ്ങനെ തുടർന്നു പോയാൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും. അത്രയ്ക്ക് മടുത്തുപോയി. എന്നെ ഒഴിവാക്കി തരണേ ശ്യാമേട്ടാ. ഞാൻ ശ്യാമേട്ടനോട് അപേക്ഷിക്കുകയാണ്. ജീവിക്കാനുള്ള കൊതി കൊണ്ടാ ശ്യാമേട്ടാ. ഞാനും ഈ ഭൂമിയിൽ എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് ജീവിച്ചു പോയിക്കോട്ടെ. അവസാനം എത്തിയപ്പോഴേക്കും അവളുടെ തൊണ്ട ഇടറിപ്പോയി. മതിയടി, ഇത് നിൻ്റെ അഭിപ്രായമാണോ എന്ന് ഞാനൊന്ന് അറിയണ്ടേ? ഇപ്പോഴും ഞാൻ നിൻ്റെ ഭർത്താവാണല്ലോ. ആ അവകാശം ഇല്ലേ എനിക്ക്? അതുകൊണ്ടാണ് നീ തന്നെ അത് എന്നോട് ആവശ്യപ്പെടണമെന്ന് ഞാൻ ഇയാളോട് പറഞ്ഞത്. അവൻ മുഖം കുനിച്ചു. മോളെ, നീ പൊയ്ക്കോ, ഞാൻ ശ്യാമുമായി ഒന്ന് സംസാരിക്കട്ടെ. ഗോപിനാഥൻ നിർദ്ദേശിച്ചതനുസരിച്ച് ശ്രീലേഖ അമ്മയുടെ അടുത്തേക്ക് തന്നെ മടങ്ങിപ്പോയി. ശ്യാമോനെ, നീ ഒന്ന് മനസ്സിലാക്ക്. നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിന് ഇങ്ങനൊരു തീരുമാനം നല്ലതാണെങ്കിൽ രണ്ടുപേരും യോജിച്ച അതേപോലൊരു തീരുമാനം എടുക്കുന്നതല്ലേ നല്ലത്. അല്ലാതെ വെറുതെ പേടിച്ചും ഭയപ്പെടുത്തിയും ആർക്കും സമാധാനം കിട്ടാതെ ഇങ്ങനൊരു ജീവിതം തുടർന്നു കൊണ്ടുപോകുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ശ്യാം തങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഗോപിനാഥന് തോന്നി. അവൻ്റെ മുഖത്താകട്ടെ യാതൊരു മാനസിക സംഘർഷവും പ്രതിഫലിച്ചു കാണുന്നില്ല. ജീവിതത്തിൻ്റെ അർത്ഥവും വ്യാകരണവുമൊക്കെ എന്നെ പഠിപ്പിക്കുന്നത് അവിടെ നിൽക്കട്ടെ. ശ്യാംസുന്ദറിനെ അതൊന്നും പഠിപ്പിക്കാൻ നിങ്ങളെപ്പോലൊരാൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. അക്കാര്യം നമുക്ക് വിടാം. പകരം നമുക്ക് ശ്രീലേഖയുടെ ഡൈവോഴ്സിൻ്റെ കാര്യം സംസാരിക്കാം. കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതാതിൻ്റെ മുറയ്ക്ക് നടക്കണമല്ലോ. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നോ ചെറിയച്ഛന്? അവൻ ഒരു കാൽ പിണച്ച് മറ്റേ കാലിന് മുകളിലേക്ക് വെച്ചു മെല്ലെ ചലിപ്പിച്ചും കൊണ്ടിരുന്നു. അവനെന്താണ് പറയാൻ പോകുന്നത് കാതോർത്തിരിക്കുകയാണ് മൂന്ന് പേരും. സാധാരണ പുരുഷന്മാർ വിവാഹമോചനം ആവശ്യവുമായി വരുമ്പോൾ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകാറുണ്ടല്ലോ കോടതിയും വക്കീലന്മാരും. ഇവിടെ ഇപ്പോൾ ആവശ്യക്കാരി എൻ്റെ ഭാര്യ ആയതുകൊണ്ട് നഷ്ടപരിഹാര തുകയൊന്നും ഞാൻ കോടതിയിൽ കെട്ടിവയ്ക്കേണ്ടി വരില്ല, അല്ലേ?
അവൻ ശ്രീലേഖയെ നോക്കിക്കൊണ്ടാണ് ചോദിച്ചത്. അങ്ങനൊരു ആവശ്യവും നിന്നോട് ഞങ്ങൾ ഉന്നയിക്കില്ല. കോടതിയിൽ രണ്ടുപേരും കൂടി ജോയിൻറ്റ് പെറ്റീഷൻ കൊടുക്കുന്നതിനപ്പുറം അങ്ങനൊരു കാര്യം ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ല ശ്യാമേ, ഗോപിനാഥൻ പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കേണ്ട, പക്ഷേ എനിക്ക് ചിന്തിക്കാമല്ലോ. ശ്യാമിൻ്റെ നല്ല കാലത്തെ ജീവിതം ഇത്രയും നാൾ ഈ വീട്ടിലിട്ട് ചവിട്ടിക്കൂട്ടി കോഞ്ഞാട്ടാക്കി കളഞ്ഞതിന് ന്യായമായും നിങ്ങൾ എനിക്കൊരു നഷ്ടപരിഹാരം തരേണ്ടതല്ലേ മിസ്റ്റർ? നിങ്ങളുടെ മകൾക്ക് കോടതിയിൽ ഒരു ഒപ്പമിട്ട് ശ്യാംസുന്ദറുമായി പിരിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ അവൻ കാത്തു നിൽക്കുന്നുണ്ടാവും. അവൻ വന്നില്ലെങ്കിൽ നീയെല്ലാം കൂടി ചെന്ന് തേടിപ്പിടിച്ചും കൊണ്ടുവന്ന് അവനെ അവിടെ നിർത്തിയിട്ടുണ്ടാകും. അവളുടെ പഴയ കാമുകൻ അവൻ്റെ കൈയും പിടിച്ച് ആടിപ്പാടി എൻ്റെ മുൻഭാര്യ എന്ന ലേബലും നെറ്റിയിലൊട്ടിച്ചും കൊണ്ട് അവൾ കൂത്താടും. ശ്യാമിന് പക്ഷേ അങ്ങനെയല്ലല്ലോ. ഞാൻ കോടതിയിൽ നിന്നിറങ്ങി വരുമ്പോൾ എതിരേറ്റ് കൊണ്ടുപോകാൻ ഒരു കൊടിച്ചുപട്ടിയും വരാൻ പോകുന്നില്ല. ആ നിലയ്ക്ക് എൻ്റെ മുമ്പോട്ടുള്ള ജീവിതത്തിനു എന്തെങ്കിലും ഒരു സുരക്ഷിതത്വം ഉണ്ടാക്കിയെടുക്കേണ്ടേ ചുമതല എനിക്ക് തന്നെയല്ലേ? ഒന്നുമല്ലെങ്കിലും ഇവളെ ഈ നിൽക്കുന്ന പ്രിയപ്പെട്ടവളെ ഏതോ ഒരു പോലീസുകാരൻ പോകുന്നവൻ നാടുനീളെ കൊണ്ട് നടന്ന് കടിച്ചു തുപ്പി ചണ്ടിയാക്കിയ ഇവളെ ഇത്രയും നാൾ തലയിൽ ചുമന്നതിനോടല്ലോ ഞാൻ. അതിനെങ്കിലും എനിക്ക് ന്യായമായൊരു നഷ്ടപരിഹാര തുക കിട്ടേണ്ടതല്ലേ? ശ്യാംസുന്ദരിൻ്റെ മുഖത്ത് കൊല്ലുന്നൊരു ചിരി തെളിഞ്ഞു. ഡാ, എന്തനാവശ്യമാടാ നീ പറയുന്നത്? ഗോപിനാഥൻ പെട്ടെന്ന് സ്വയം മറന്ന് ഇരുന്നിടത്തു നിന്നും ചാടി എണീറ്റു. അതിനുമുമ്പേ ശ്യാംസുന്ദർ ചാടി എണീറ്റു അയാളുടെ ഇരു തോളിലും കൈകൾ കുത്തി ബലമായി അയാളെ അവിടെ തന്നെ ഇരുത്തി. അവിടെ ഇരുന്നോണം, ഞാൻ പറയാതെ ചലിക്കരുത് അവിടെ നിന്ന്. താൻ ഒരാവശ്യമായി എൻ്റെ മുൻപിൽ വന്നിരുന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ കുടഞ്ഞിട്ട് തന്നത് മുഴുവൻ ഞാൻ കേട്ടതല്ലേ? ഇനി അവിടെ നിന്ന് ഞാൻ എണീൽക്കണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടേ ആകാവൂ, കേട്ടല്ലോ? ശ്യാംസുന്ദർ കൈവിരലുകൾ ചുരുട്ടുന്നത് കണ്ടപ്പോൾ അത് ഗോപിനാഥനെ തല്ലാനാകുമെന്ന് കരുതി ശ്രീലേഖ അവിടേക്ക് ഓടി വന്നു. ശ്യാമേട്ടാ, ചെറിയച്ഛൻ്റെ ശരീരത്ത് തൊട്ടുപോകരുത്, മാറി നിൽക്കാങ്ങോട്ട്. അവൾ വന്ന് അവർക്കിരുവർക്കുമിടയിൽ കയറാൻ നേരം അവളുടെ കൈക്ക് പിടിച്ച് ശ്യാം അവളെ പിന്നോക്കം തള്ളി മാറ്റി. മാറി നിൽക്കടി മുന്നിൽ നിന്ന്. ശ്രീലേഖ തെറിച്ചു ചെന്ന് ഭിത്തിയിൽ തട്ടിയതോടെ സരോജിനിയമ്മ ഓടിവന്ന് അവളെ താങ്ങി പിടിച്ചു. മോളെ, എന്തെങ്കിലും പറ്റിയോടി നിനക്ക്? അവളുടെ കൈമുട്ടി ചെന്ന് ഭിത്തിയിൽ തട്ടിയതിൽ വല്ലാതെ നൊമ്പരമുണ്ടായിരുന്നു. ശ്രീലേഖ മറുകൈ കൊണ്ട് അവിടം പൊതിഞ്ഞു പിടിച്ചപ്പോൾ സരോജിനിയമ്മ അവളുടെ കൈ തടവി കൊടുത്തു. അമ്മയും മക്കളുടെ ചെറിയച്ഛനും കേൾക്കാൻ വേണ്ടി പറയുക. നിങ്ങൾ ശ്യാമിനോട് എന്താവശ്യപ്പെട്ടോ അതിന് ശ്യാം തയ്യാറാണ്. പക്ഷേ ശ്യാമിൻ്റെ ആവശ്യം നിങ്ങളും അംഗീകരിച്ചിരിക്കണം. 50 ലക്ഷം രൂപ മറ്റ് യാതൊരു ഉപാധിയുമില്ലാതെ നിങ്ങളുടെ മകളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ശ്യാം ആവശ്യപ്പെടുന്ന ചെറിയൊരു നഷ്ടപരിഹാര തുക. കിലോമീറ്റർ കണക്കിന് കൃഷിഭൂമിയും കെട്ടിപ്പിടിച്ചിരിക്കുന്ന തനിക്കാണോടോ അതിന് നിർവാഹമില്ലാത്തത്? താനുണ്ടാക്കി ബാങ്കിലിട്ടിരിക്കുന്നതിൻ്റെ ഇതുവരെയുള്ള പലിശയുടെ 4/1 തുക പോലും കാണില്ലല്ലോ അത്. അതിങ്ങ് തന്നേര്. എന്നിട്ട് ഏത് കോടതിയിൽ വന്ന് ബന്ധം പിരിഞ്ഞ് തന്നേക്കണമെന്ന് കൂടി പറയേ. അതല്ലാതെ ശ്യാം ഒരടി പിന്നോട്ട് പോകുമെന്ന് ഒറ്റയെണ്ണം കിനാ കാണ്ടേക്കരുത്. അവൻ വീണ്ടും ചെന്ന് താൻ ഇരുന്ന ദിവാൻ കോട്ടിലേക്ക് ഇരുന്നു. ഗോപിനാഥൻ ഒരു കൈ ശിരസിൽ താങ്ങി ആ കൈമുട്ട് കസേരക്കൈയിൽ കുത്തി ഇരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ മറുപടിയാണ് എനിക്ക് വേണ്ടത്. അത് പറയാൻ ഇപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് സമയമെടുത്തോളൂ. ഞാൻ ജോലി കഴിഞ്ഞ് വൈകിട്ട് ഈ വീട്ടിലേക്ക് തന്നെയാണല്ലോ വരുന്നത്. മറുപടിയുമായി ചെറിയച്ഛൻ നാളെ രാവിലെ വന്നാലും മതി. ശ്യാം പുറത്തേക്ക് പോകാൻ എണീറ്റു. ശ്യാമേ, നീ ഞങ്ങളെ പരിഹസിക്കല്ലേ മോനെ. നിനക്കറിയാവുന്നില്ലേ അത്ര വലിയ തുകയൊന്നും ഞങ്ങളെക്കൊണ്ട് കൂട്ടാൻ നോക്കിയാൽ കൂടില്ലെന്ന്. ഞങ്ങളെക്കൊണ്ട് സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു തുകയാ മോനെ അത്. സരോജിനമ്മ നെഞ്ചിടറിങ്ങോട്ട് പറഞ്ഞു. കൂട്ടാൻ നോക്കിയാൽ കൂടില്ലെന്നോ? ആര് പറഞ്ഞ അമ്മയോടേത്? ശ്യാംസുന്ദർ സരോജിനമ്മയ്ക്ക് നേരെ തിരിഞ്ഞു. അതൊക്കെ അമ്മയുടെ തെറ്റിദ്ധാരണയമ്മേ. അമ്മ വിചാരിച്ചാലും ഉണ്ടാക്കാൻ പറ്റും നിൽക്കുന്ന നിൽപ്പിൽ ഈ 50 ലക്ഷം രൂപ. പിന്നെ അതൊരു നല്ല കാര്യത്തിനാണല്ലോ എന്നോർത്ത് ഒന്ന് മനസ്സ് വയ്ക്കണമെന്ന് മാത്രം. ഈ വീടും വസ്തുവും അമ്മ എന്തിനാ വെറുതെ ഭൂതം നിധി കാക്കും പോലെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതങ്ങ് വിൽക്കണം.
റോഡ് സൈഡ് ആയതുകൊണ്ട് ഈ വീടിന് 10-15 സെൻറ്റിനോ ഏത് കണ്ണുപൊട്ടനും തരും 10-60 ലക്ഷം രൂപ. അതിൽ നിന്നൊരു 50 ലക്ഷം എടുത്ത് മോൾക്ക് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ അമ്മയ്ക്ക് ആരുടെ അനുവാദമാണ് വേണ്ടത്? അതുപോലെ തന്നെ ചെറിയച്ഛൻ്റെ കാര്യവും. ഇത്രയും കൃഷിസ്ഥലവുമൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇരിക്കുന്നത് ആർക്ക് വേണ്ടിയാ ചെറിയച്ഛ? ആകെയുള്ളത് ഒറ്റൊരു മോളാണ്. ചെറിയച്ഛൻ്റെ കാലശേഷം ആ മോള് വയലിലിറങ്ങി പണി ചെയ്യുമെന്നാണോ ചെറിയച്ഛൻ കരുതിയേക്കുന്നത്? നടന്നത് തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് ഇപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടു പോയിക്കോട്ടെ എന്ന്. അതിൽ നിന്നൊരു 10-30 സെൻറ്റ് വസ്തു വിറ്റാൽ നിങ്ങളുടെ മോളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന കരയ്ക്കെത്തുമെങ്കിൽ പിന്നെ എന്തിനാലോചിക്കണം? വസ്തുവാണോ വലുത്, അതോ മോളുടെ ജീവിതമാണോ വലുത്? ശ്യാം സുന്ദർ ഒന്ന് നിർത്തി. നിങ്ങളിങ്ങനെ ആരുമാരും മിണ്ടാതിരുന്നല്ല ഇങ്ങനെയാ? രണ്ടുപേർക്കും കാശുണ്ടാക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തന്നിട്ട് രണ്ടുപേർക്കും ഒരനക്കവുമില്ല. അപ്പോൾ നിങ്ങൾ അതിന് തയ്യാറല്ല അല്ലേ? ശ്യാമേ, ഈ വീട് വിൽക്കാൻ പറഞ്ഞാൽ ഞങ്ങളിത് വിറ്റിട്ട് എങ്ങോട്ട് പോകും മോനെ? ഞാൻ മാത്രമാണെങ്കിൽ വേണ്ടില്ലായിരുന്നു. എൻ്റെ ഈ 3 മക്കളെയും കൊണ്ട് ഞാൻ തെരുവിൽ പോയി കിടക്കാൻ പറ്റുമോടാ? സുഖമില്ലാത്ത എന്നെ വിട്ടേക്ക്. എൻ്റെ പെൺകുഞ്ഞുങ്ങളുടെ ഗതികേട് ഓർത്താൽ എങ്ങനെ പറയാൻ തോന്നിയടാ നിനക്ക് അത്? സരോജിനി അമ്മയുടെ സ്വരം ദീനമായി. കാശുണ്ടാക്കാൻ ഉള്ള വഴിയല്ലേ അമ്മേ ഞാൻ പറഞ്ഞു തന്നത്? വസ്തു വിറ്റെന്ന് കരുതി നിങ്ങളെല്ലാം എങ്ങനെയാ തെരുവിലേക്ക് പോകുന്നു? വസ്തു ഇല്ലാത്ത എല്ലാവരും സാധാരണ തെരുവിലാണോ കിടക്കുന്നത്? അല്ലല്ലോ. സ്വന്തമായി വീടില്ലാത്തവർക്കുള്ളതല്ലേ വാടക വീട്. നല്ല ഒന്നാം തരം വാടക വീട് എത്ര എണ്ണമാ ഒഴിഞ്ഞു കിടക്കുന്നത്? വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളുള്ള ഒരു വാടക വീടും ഞാൻ കണ്ടുപിടിച്ചു തരാം. എന്താ, പോരെ? പോരാ. അതുവരെ എല്ലാം കേട്ടുനിന്ന ശ്രീലേഖ പറഞ്ഞു. മതി ഒരു പെണ്ണിൻ്റെ ജീവിതമിട്ട് ലേലം വിളിച്ചത്. ഇവിടെ ആരും വീട് വിൽക്കുന്നില്ല. ആർക്കും വാടക വീട്ടിൽ താമസിക്കാനുള്ള കൊതിയുമില്ല. പണത്തിനോട് ആർത്തിയുണ്ടെങ്കിൽ അത് പോയി അധ്വാനിച്ചുണ്ടാക്കണം. അല്ലാതെ വല്ലവൻ്റെയും സ്വത്ത് തട്ടിയെടുത്തിട്ടല്ല സൂരത്വം കാണിക്കേണ്ടത്. അയ്യോ, നീ എന്നെ തെറ്റിദ്ധരിച്ചേക്കല്ലേ ശ്രീലേഖേ. പണത്തിനോട് ആർത്തി തോന്നിയിട്ടല്ലോടി ഞാനൊരു വില നിശ്ചയിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു വിലയിടണ്ടേ? അത് നീ താറുമാറാക്കി കളഞ്ഞാൽ ന്യായമായും എനിക്കൊരു നഷ്ടപരിഹാരം കിട്ടണമല്ലോ. ആ നഷ്ടപരിഹാരം തരാൻ നിൻ്റെ അമ്മയുടെ കയ്യിൽ കാശില്ലെന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള വഴി ഞാൻ ഉപദേശിച്ചു കൊടുത്തു എന്നേ ഉള്ളൂ. അല്ലാതെ നിൻ്റെ വീട് വിറ്റ് അത് മുഴുവൻ അടിച്ചുകൊണ്ട് പോകണമെന്നൊന്നും എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ല മോളെ. നീ വെറുതെ അങ്ങനെ ശ്യാമേട്ടനെ തെറ്റിദ്ധരിക്കല്ലേ പെണ്ണേ. ഒന്ന് നിർത്തിയിട്ട് അവൻ ഗോപിനാഥനെ നേർക്ക് തിരിഞ്ഞു. ചെറിയച്ഛൻ്റെയും തീരുമാനം ഇത് തന്നെയാണോ? അവൻ ചോദിച്ചു. അതെ, ചെറിയച്ഛൻ്റെയും തീരുമാനം ഇത് തന്നെയാ. അതിനൊരു മാറ്റവുമില്ല. ഇനി ചെറിയച്ഛൻ സമ്പാദിച്ചതിൽ കൈയിട്ട് വാരണം പോലും. ശ്രീലേഖ പല്ലുകൾ ഞെരിച്ചു. മതി, അങ്ങനെ തന്നെ മതി, എനിക്ക് സമ്മതം. ശ്യാം സുന്ദർ അവളെ നോക്കിക്കൊണ്ട് പിന്നോട്ട് മെല്ലെ നടന്നു. ഇനി ഇത് മാറ്റി പറഞ്ഞുകൊണ്ട് വന്നേക്കരുത്. വന്നാൽ 50 ലക്ഷം ശ്യാം ഒരു കോടിയാക്കിയെന്നിരിക്കും. അല്ലാതെ ശ്യാമിനെ പറ്റിച്ച് പറിച്ചു കളയാൻ കുറച്ച് പുളിക്കും. പോട്ടടി. അവൻ ക്രൗര്യം തുടിക്കുന്ന കണ്ണുകൾ കൊണ്ട് അവളെ അടിമുടി നോക്കിയ ശേഷം തിരിഞ്ഞു നടന്നു. പുറത്ത് ബൈക്ക് സ്റ്റാർട്ടാകുന്നതും കാത്ത് പൊട്ടുന്ന ഉച്ചത്തിൽ അത് റേസ് ചെയ്യുന്ന ഒച്ചയും അവർക്ക് കേൾക്കാമായിരുന്നു. ഒരക്ഷരം പരസ്പരം ഉരിയാടാനാകാതെ അവർ അവിടെ കുറച്ച് സമയം ഇരുന്നു. അവസാന പ്രതീക്ഷയും മറ്റു കഴിഞ്ഞതിൻ്റെ നിരാശ ശ്രീലേഖയുടെ മുഖത്ത് കാണാമായിരുന്നു. തുടരും കഥയുടെ അടുത്ത ഭാഗം.